ലഡാക്ക് കലാപകാരി സോനം വാങ്ചുക് അറസ്റ്റിൽ. പ്രകോപനപരമായ പ്രസംഗം നടത്തിയതിനാണ് ലഡാക്ക് പോലീസിന്റെ നടപടി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ലേയിൽ നിന്നാണ് വാങ്ചുക് പിടിയിലാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ലഡാക്കിൽ കലാപത്തിന് കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ കലാപത്തിലേക്ക് വഴിതിരിച്ചു വിടുകയും അതിന് പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുള്ള ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ ഇപ്പോൾ ലഡാക്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ലഡാക്കിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ നൽകുന്ന, ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന സൂചനകൾ. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ഒപ്പം ഇതിനോടകം തന്നെ കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് CBIയും മറ്റ് കേന്ദ്ര ഏജൻസികളും സോനം വാങ്ചുക്കിന്റെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിവരികയാണ്. ഈ സോനം വാങ്ചുക് നടത്തിയിട്ടുള്ള നിരാഹാര സമരവും അതിൽ നടത്തിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മണിക്കൂറുകൾ നീണ്ട കലാപത്തിന് സമാനമായിട്ടുള്ള സാഹചര്യം ലഡാക്കിൽ സൃഷ്ടിച്ചത്. അറബ് വസന്തം, അറബ് നാടിൽ നടന്നിട്ടുള്ള ഭരണാധികാരികൾക്കെതിരെ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളും ഒപ്പം അടുത്തിടെ നേപ്പാളിൽ നടന്ന ജൻസി പ്രക്ഷോഭമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ, കലാപത്തിന്റെ ആവശ്യമുണ്ട് എന്ന ആഹ്വാനം സോനം വാങ്ചുക് നടത്തിയിരുന്നു. അത് വലിയ കലാപത്തിലേക്ക് ലഡാക്ക് മേഖലയെ വളരെ കുറച്ച് മണിക്കൂറെങ്കിലും തള്ളിവിടുകയും 4-ലധികം മരണം റിപ്പോർട്ട് ചെയ്തു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ കലാപത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ സോനം വാങ്ചുക്കിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം നടത്തിയതിനാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സോനം വാങ്ചുക്കിന് കൂടുതൽ കുരുക്കുമുറുകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ നടത്തിയിട്ടുള്ള വിദേശ പണമിടപാടുകൾ, സോനം വാങ്ചുക്കിന്റെയും നേതൃത്വത്തിലുള്ള ലഡാക്കിലെ NGO ഒപ്പം സ്ഥാപനം, ഇവർ നടത്തിയിട്ടുള്ള വിദേശ പണമിടപാടിൽ കൃത്രിമത്വമുണ്ട്. അതിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്, വിദേശ നാണ്യവിനിമയം ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഈ പണമിടപാട് നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയും FCR അക്കൗണ്ട് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ NGOക്ക് നൽകിയിട്ടുള്ള ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കുന്നു. അത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സോനം വാങ്ചുക് ഈ NGOയുടെ മറവിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒപ്പം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ലഡാക്കിൽ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചതിനെ ആദ്യം സ്വാഗതം ചെയ്ത നേതാവ് കൂടിയാണ് സോനം വാങ്ചുക്. പിന്നീട് ഈ 2025 എത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ തിരിയുകയും അതിന്റെ കാരണം എന്താണ് എന്നുള്ളതും വിദേശ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത് സോനം വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നിലവിലെ അറസ്റ്റ് പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം നടത്തിയതാണ്. നിരാഹാര സമരവേദിയിൽ ജനങ്ങളോട് നിരത്തിലേക്ക് ഇറങ്ങാനും അറബ് വസന്തത്തിൽ തന്നെ സമാനമായി അല്ലെങ്കിൽ അടുത്തിടെ നേപ്പാളിൽ നടന്നിട്ടുള്ള ജൻസി കലാപത്തിന് സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ആവശ്യമാണ്. അത് ലഡാക്കിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അത്തരത്തിലൊരു സമരം ആവശ്യമാണ് എന്ന പ്രതികരണവും പ്രസ്താവനയും കലാപാഹ്വാനവും സോനം വാങ്ചുക് നടത്തിയിരുന്നു. അതിന്റെ പേരിലാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ പ്രവർത്തികൾ, വിദേശ പണമിടപാടുകൾ, ഈ വർഷം തന്നെ ആദ്യം ഫെബ്രുവരിയിൽ നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ യാത്ര, ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിൻബലമുണ്ട് എന്നുള്ളൊരു കാര്യം യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ സോനം വാങ്ചുക്കിന് ഇത്തരം ആൾക്കാരുമായുള്ള ബന്ധം, അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളിൽ കൂടി കടക്കുകയില്ലേ? പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഉന്നത അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ വരെ ഇടപെട്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തിന് പിന്നിൽ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുകയാണ്. അത് സംബന്ധിച്ചൊക്കെ തന്നെയും ഒരു അന്വേഷണം തന്നെയല്ലേ ഇനി ഉണ്ടാവുക? വിഷ്ണു, തീർച്ചയായും ലഡാക്കിൽ നടന്നിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കും. ഇത് നേപ്പാളും ശ്രീലങ്കയും ബംഗ്ലാദേശുമല്ല, ഇത് ഭാരതമാണ് എന്ന യാഥാർത്ഥ്യം ഈ അക്രമകാരികൾ തിരിച്ചറിയുന്നുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഈ അക്രമം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ആ കലാപത്തിലേക്ക് ലഡാക്കിലെ ജനങ്ങളെ തള്ളിവിട്ട സോനം വാങ്ചുക്കിനെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിന് ഈ സംഘർഷത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ലഡാക്കിലെ അപ്പർ ലേ വാർഡിലെ കോൺഗ്രസിന്റെ കൗൺസിലർ സ്റ്റാൻസിംഗ് സപാങ് ഈ അക്രമകാരികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആയുധമെടുത്തുകൊണ്ട് അവിടെ അക്രമം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. കൂടാതെ ഈ അക്രമം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ലഡാക്ക് കത്തിക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കോൺഗ്രസും രാജ്യവിരുദ്ധ ശക്തികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലം ലഡാക്കിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു
വലിയ കലാപം നേരത്തെ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമെല്ലാം നടന്നതിന് സമാനമായ ഒരു കലാപം ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ഈ ഗൂഢാലോചനയുടെ ലക്ഷ്യം. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കലാപം അടിച്ചൊതുക്കാനും അക്രമകാരികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ സുരക്ഷാ സേനയ്ക്ക് സാധിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിനെയും ലഡാക്കിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം നടത്തിയതിനാണ് അറസ്റ്റ്. പക്ഷേ ഈ സംഘർഷത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, ഒപ്പം സോനം വാങ്ചുക് നടത്തിയിട്ടുള്ള അനധികൃത വിദേശ പണമിടപാടുകൾ, വിദേശ യാത്രകൾ, പാകിസ്ഥാൻ യാത്ര, ഇതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞു പുറത്തുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു, അതുപോലെ തന്നെ ഈ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ വീണ്ടും ഒരു സംഘർഷ സാധ്യത പ്രദേശത്ത് ഉടലെടുക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ്? സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് ശേഷം ഇയാളെ എന്താണ് ഇനിയുള്ള അടുത്ത നീക്കം എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? വിഷ്ണു, നിലവിൽ സോനം വാങ്ചുക്കിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തീർച്ചയായും കേന്ദ്ര ഏജൻസികളും സോനം വാങ്ചുക്കിനെ ചോദ്യം ചെയ്യും. സ്വാഭാവിക നടപടി എന്നുള്ള രീതിയിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി ഒന്നുകിൽ ജുഡീഷ്യൽ റിമാൻഡിലേക്കോ അല്ലെങ്കിൽ പോലീസിന്റെ റിമാൻഡിലേക്കോ സോനം വാങ്ചുക്കിനെ മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ നിലവിൽ ലഡാക്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. CRPF-ഉം പോലീസും പുറമെ സൈന്യത്തിന്റെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ലഡാക്കിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതിന് സമാനമായ ഒരു സംഭവങ്ങളിലേക്ക് ലഡാക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ അവിടെ ശക്തമാണ്. ഒപ്പം സോനം വാങ്ചുക്കിനെ വിശദമായി നിലവിൽ പോലീസും ഒപ്പം സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികളും ചോദ്യം ചെയ്യും. വിഷ്ണു. യെസ്, ലഡാക്ക് കലാപകാരി സോനം വാങ്ചുക്ക് അറസ്റ്റിലായിരിക്കുന്നു. പ്രകോപനപരമായ പ്രസംഗം നടത്തിയതിനാണ് ലഡാക്ക് പോലീസിന്റെ നടപടിയുണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ലേയിൽ നിന്നാണ് വാങ്ചുക്ക പിടിയിലാകുന്നത്. എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം സോനം വാങ്ചുക്കിന് പിന്തുണ നൽകിയവർ അവർ കൂടി സംശയ നിഴലിൽ തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പ്രക്ഷോഭത്തിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചന നടന്നിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ സോനം വാങ്ചുക്കിന് പിന്തുണ നൽകിയവർ കൂടി സംശയ നിഴലിൽ ആവുകയല്ലേ? ജിഷ്ണുവിലേക്ക് വരാം. എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ലഡാക്ക് കലാപകാരി സോനം വാങ്ചുക്ക് അറസ്റ്റിലായിരിക്കുന്നു. പ്രകോപനപരമായ പ്രസംഗം നടത്തിയതിനാണ് ലഡാക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ലേയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റിലായിട്ടുള്ളത്. എന്തായാലും ലഡാക്ക് പ്രക്ഷോഭത്തിൽ വമ്പൻ ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നു. അതിന് പിന്നാലെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളെ കേന്ദ്രസേന അടക്കം ചോദ്യം ചെയ്യും. ജിഷ്ണു ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ജിഷ്ണു, അങ്ങനെയെങ്കിൽ സോനം വാങ്ചുക്കിന് പിന്തുണ നൽകിയവർ, അനുകൂലിച്ചവർ, അവർ കൂടി സംശയ നിഴലിൽ ആവുകയല്ലേ? വിഷ്ണു, വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. കാരണം സോനം വാങ്ചുക്കിന് നൽകിയിട്ടുള്ള പിന്തുണ, ഒപ്പം ഇത്തരത്തിലൊരു കലാപത്തിലേക്ക് ലഡാക്കിനെ തള്ളിവിടാനുണ്ടായിട്ടുള്ള സാഹചര്യം. കാരണം നേരത്തെ 2019 ലഡാക്കിലെ ജനങ്ങളുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ലഡാക്കിനെ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കിയത്. മുൻപ് ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ താഴ്വരയിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയിട്ടുള്ള പ്രകോപനങ്ങളും അവിടെ നടന്നിട്ടുള്ള സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും, അതിൽ നിന്ന് മാറിക്കൊണ്ട് ലഡാക്കിന് പ്രത്യേക ശ്രദ്ധ ലഭിക്കണം, ലഡാക്കിന് മാത്രമായി ഭരണം, കേന്ദ്രഭരണം അല്ലെങ്കിൽ പ്രത്യേക ഭരണം വേണം എന്ന ആവശ്യമായിരുന്നു ഈ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ലഡാക്കിലെ ജനങ്ങളും അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് 2019 ജമ്മു കാശ്മീരിനെയും പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കുന്നതോടൊപ്പം തന്നെ ലഡാക്കിനെയും കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചത്. അന്ന് ഈ സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾ അതിനെ സ്വാഗതം ചെയ്തു. അവിടുത്തെ ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. നിലവിൽ ചില പ്രശ്നങ്ങൾ സോനം വാങ്ചുക് ഉൾപ്പെടെ ഉയർത്തുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ഒക്ടോബർ 6 ചർച്ച നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിൽ യാതൊരു തരത്തിലും ഒരു പ്രകോപനത്തിന് സാധ്യതയില്ലാത്ത മേഖലയിലാണ് ഒരു വലിയ കലാപത്തിലേക്ക്, ആദ്യം ഒരു നിരാഹാര സമരം സോനം വാങ്ചുക്ക് ആരംഭിക്കുന്നു. ആ നിരാഹാര സമരത്തിന് ലഭിച്ചിട്ടുള്ള പിന്തുണ ആര് നൽകിയതാണ് എന്നത് വളരെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ആ നിരാഹാര സമര വേദിയിൽ നിന്നുകൊണ്ട് അറബ് വസന്തവും ഒപ്പം നേപ്പാളിൽ നടന്നിട്ടുള്ള ജൻസി കലാപവുമെല്ലാം
ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രകോപനപരമായിട്ടുള്ള പ്രസംഗവും വാക്കുകളും സോനം വാങ്ചുക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് കൃത്യമായിട്ടുള്ള പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു. ഒപ്പം നാഷണൽ കോൺഫറൻസ് ഉൾപ്പെടെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ PDP പാർട്ടി നേതാക്കളാണെങ്കിലും എല്ലാം തന്നെ ഈ ലഡാക്കിൽ നടക്കുന്ന സംഘർഷഭരിതമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾക്ക് ഒരുമിച്ച് പ്രതികരണങ്ങൾ നടത്തുകയും ലഡാക്കിന് സ്വാതന്ത്ര്യം വേണമെന്ന് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടൊരു ആസൂത്രിത നീക്കമായിരുന്നു എന്നതിൽ യാതൊരു സംശയവും കേന്ദ്ര ഏജൻസികൾക്കില്ല. അതുകൊണ്ട് സോനം വാങ്ചുക്കിന്റെ പിറകിൽ ആരൊക്കെയുണ്ട്, ഈ കലാപത്തിന് ആരൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ട്, ഒപ്പം കോൺഗ്രസിന്റെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെയും നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 100-ലധികം അക്രമകാരികളെ ലഡാക്ക് പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഒപ്പം സോനം വാങ്ചുക് നടത്തിയിട്ടുള്ള വിദേശ പണമിടപാടുകൾ അതിലും വളരെ കൃത്യമായിട്ടുള്ള ധാരണ കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. കൃത്യമായി വിദേശ പണം രാജ്യത്തിനെതിരെ നിൽക്കുന്നതിന് സോനം വാങ്ചുക്കിന് വിദേശ പണം ലഭിച്ചു എന്നുള്ളതാണ് ഏജൻസികളുടെ നിഗമനം. സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിലുള്ള ആ സ്ഥാപനം ഈ വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് CBI നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. അതായത് സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിലുള്ള ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ലഡാക്ക് എന്ന സ്ഥാപനം വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന് കണ്ടെത്തുകയും അതിന്മേലുള്ള അന്വേഷണം നടക്കുകയുമാണ്. അതിന്റെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സോനം വാങ്ചുക്ക് അറസ്റ്റിലായത് ഈ സംഭവത്തിൽ ഒരു വഴിത്തിരിവാണ്. സോനം വാങ്ചുക്കിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെയും ഇയാളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നടത്തുന്ന ശാസ്ത്രീയ പരിശോധനയിലൂടെയും എന്തെല്ലാം ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ നിർണായകമായ അന്വേഷണങ്ങൾ തന്നെയാണ് ഇനി വരേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര സേനകൾ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ലഡാക്ക് കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന എന്ത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായൊരു കണ്ടെത്തൽ ഉണ്ടാകണം. ലഡാക്ക് കലാപകാരി സോനം വാങ്ചുക്ക് അറസ്റ്റിലായതിന് പിന്നാലെയാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. പ്രകോപനപരമായ പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ലഡാക്ക് പോലീസ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ലേയിൽ നിന്നാണ് വാങ്ചുക്ക പിടിയിലായത്. എന്തായാലും നിർണായകമായ അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം നടത്തിയതിന് പിന്നാലെ കലാപാഹ്വാന ശ്രമങ്ങളൊക്കെ തന്നെയും കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന ഉന്നത കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. ആ ഒരു ഗൂഢാലോചന ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത്. ജിഷ്ണുവാണ് വിശദമായ വാർത്തകളും നൽകിയത്.